മനസ്സ് മനസ്സ് മുറ്റത്തെ തുളസി പോലെ മുന്നിൽ ആ മണി കൂടെ പൊട്ടിക്കണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബർത്ത്ഡേ സർപ്രൈസാണ്. വേറെ ആർക്കുമല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ അമ്മയ്ക്ക് കൊടുത്ത ഒരു കുഞ്ഞു സർപ്രൈസ് വ്ളോഗാണ് ഈ ഒരു വീഡിയോ. ഈ വർഷത്തെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. കാരണം അനിയനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ വർഷം വരെ അവനായിരുന്നു എൻ്റെ കൂടെ എല്ലാ സെലിബ്രേഷനും ഇതുപോലുള്ള സർപ്രൈസിനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. എന്തായാലും അമ്മയുടെ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് ഈ ഒരു ടോപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു കുർത്തി സെറ്റ് തന്നെയാണ്. ഇതിൽ പാൻസ് അവൈലബിൾ അല്ല. കുർത്തി ആ ഒരു ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ടയും മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് ഇത് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ സർപ്രൈസ് എല്ലാം പൊളിഞ്ഞുപോയി. കാരണം ഈ ഒരു ബർത്ത്ഡേയുടെ 2-3 ദിവസം മുന്നെയാണ് ഇത് ഡെലിവറി ആയത്. അത് അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ മുഖത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുമാത്രമല്ല, ആ ഒരു ഡ്രസ്സ് അമ്മയ്ക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല കളറാണ്, ഒരു വൈൻ പർപ്പിൾ കളറിൽ വരുന്ന ഒരു അനാർക്കലി പോലെ വരുന്ന ഒരു സെറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ്, അമ്മയ്ക്ക് നല്ല രീതിക്ക് തന്നെ ചേരുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് കേക്ക് കട്ടിങ് മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോയുടെ ഈ ഒരു കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബ്ലൂബെറി ഫ്ലേവറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വന്നത്. ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഡിസൈനോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അവർ തന്നെ നല്ല രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്ത് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക്. കേക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം വൈകുന്നേരം കട്ട് ചെയ്യാം എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഒരു സർപ്രൈസ് പൊളിയാതെ വെക്കണം എന്നതായിരുന്നു അടുത്ത ടാസ്ക്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഒരു പഴയ ഒരു അലമാരയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ മറച്ചു വെക്കുകയാണ്, അമ്മ കാണാതെ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ സർപ്രൈസ് ഇതാ വന്നത്. എൻ്റെ വ്ലോഗ് കാണുന്നവർക്കൊക്കെ ഇവരെയൊക്കെ അറിയായിരിക്കും. നമ്മുടെ പള്ളിയിലുള്ള എൻ്റെ അനിയന്മാരാണ്. ഇതെല്ലാം എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം ഇവരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ വരാം എന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയനെയൊക്കെ വിളിക്കുന്നുണ്ട്, വീഡിയോ കോളാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ ശരിക്കും നല്ല രീതിക്ക് തന്നെ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവൻ്റെ കൂടെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയത്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും ഒരു കുഞ്ഞു സർപ്രൈസും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ 1-2 വീഡിയോസിലും ഇൻസ്റ്റയിൽ കുറച്ച് ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇതുപോലെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാടുന്നതിന് പകരം നമുക്ക് വേറൊരു പാട്ടായാലോ എന്ന് ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ അവരെല്ലാം നല്ല രീതിക്ക് തന്നെ പാട്ടൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ സിംഗപ്പൂർ ആയതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു സെലിബ്രേഷൻ നല്ല രീതിക്ക് തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം. നല്ല വലിയൊരു ഫോട്ടോ ഫ്രെയിം തന്നെയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടിലാണ്, വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇത്രയും പേരായിരുന്നു അമ്മയ്ക്ക് സർപ്രൈസ് തരാനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെൽഫിയിലോ എങ്ങനെ ഉണ്ടായിരിക്കാം. ഞാനും അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ
അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂബെറി ഫ്ലേവറിലായിരുന്നു ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഷുഗർ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ അധികം കേക്ക് കഴിച്ചില്ല. അഖിൽ എന്റെ വീഡിയോസ് കാണാറുണ്ടോ? ഞാൻ സ്ഥിരം ഒരു പ്രേക്ഷകനാണ്. എന്റെ വീഡിയോസിനെ കുറിച്ചുള്ള വിലയേറിയ ഇത് പറയൂ. വീഡിയോയെ കുറിച്ച് അഭിപ്രായം പറ. വിലയേറിയ അഭിപ്രായം. എന്തെങ്കിലും പറ. ചേച്ചി സൂപ്പറാണ്, ചേച്ചി പൊളിയാണ്, അങ്ങനെ എന്തെങ്കിലും. ആ മണി കൂടെ പൊട്ടിക്കണം. അതെ അതെ, എല്ലാരും അമ്മയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണം. ആദ്യത്തെ കറക്റ്റ് 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബർത്ത്ഡേ സർപ്രൈസ് ഇത്രയും അടിപൊളിയാക്കിയത് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു സർപ്രൈസ് എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു കേക്ക് കട്ടിങ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എന്നിട്ടും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ഈ ഒരു സർപ്രൈസ് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അനിയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വർഷം അങ്ങനെ വലുതായിട്ട് സർപ്രൈസ് ഒന്നും കിട്ടില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നു അമ്മ. പക്ഷെ എന്നിട്ടും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ രീതിക്ക് സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഒരാളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ പള്ളിയിലുള്ള തന്നെ എൻ്റെ അനിയനാണ്. ഭയങ്കര വലിയ രീതിക്കുള്ള സർപ്രൈസ് ഒന്നും അല്ല ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്. പക്ഷെ എന്നെക്കൊണ്ട് ആകുന്ന രീതിക്ക് ഞാൻ കുഞ്ഞു രീതിക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം അനിയനൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് അടുത്ത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.